എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരിൽ ചെറിയ ഭാരം വരുമ്പോഴേക്കും അവർക്ക് മെറ്റബോളിക് റിസ്ക് കൂടുന്നത്? അതായത് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള റിസ്ക് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാവാനുള്ള റിസ്ക് കൂടുന്നത്? ഇതിനുള്ള ഉത്തരമാണ് വൈവൈ പാരഡോക്സ് അഥവാ യാജ്നിക് ആൻഡ് യൂട്കിൻ പാരഡോക്സ്. ഈ പാരഡോക്സ് പ്രകാരം ഒരേ BMI ഉള്ള ഇന്ത്യക്കാരനെയും അതോടൊപ്പം യൂറോപ്യനെയും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരിലുള്ള ഫാറ്റ് കണ്ടന്റ്, ബെല്ലി ഫാറ്റ് പെർസെൻറ്റേജ്, നമ്മുടെ വയറിലുള്ള കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുന്നതിന് അളവ് അത് കൂടുതലാണ്. അതോടൊപ്പം മസിലിന്റെ അളവ് കുറവാണ്. ഇത്തരം ചില മാറ്റങ്ങളുണ്ട് നമുക്ക് യൂറോപ്യൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള ഇടവരുത്തും. അതോടൊപ്പം നേരത്തെ ഡയബറ്റിസ് വരുത്താൻ ഇന്ത്യക്കാർക്ക്, എസ്പെഷ്യലി സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ അങ്ങനെ വരുത്താനുള്ള ഒരു സാധ്യത വരുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു BMI കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ BMI എപ്പോഴാണ് 23 മുട്ടുന്നത്. BMI നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അറിഞ്ഞു വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 23 എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ മെറ്റബോളിക് റിസ്ക്കും ഒരാൾക്ക് കൂടുകയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആബ്സല്യൂട്ട് വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തൂക്കിയെടുക്കുന്ന വെയിറ്റ് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ BMI മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ്, വേസ്റ്റ് സർക്കംഫറൻസ് എന്നൊക്കെ പറയും. അതായത് ഇടുപ്പിലിനും വാരിയലിനും ഇടയിലുള്ള വയറിൻ്റെ ഏറ്റവും കൂടിയ ചുറ്റളവ്. അത് ഒരു സ്ത്രീക്കാണെങ്കിൽ അത് 80 സെൻറ്റിമീറ്ററിന് താഴെയും പുരുഷനാണെങ്കിൽ 90 സെൻറ്റിമീറ്ററിന് താഴെയായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അത് കൂടുതലാണെങ്കിൽ അത് എപ്പോഴും വിസറൽ ഫാറ്റ്, അതായത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ഫാറ്റിൻ്റെ ഒരു മാർക്കറാണ്, സറഗേറ്റ് മാർക്കറാണ് എന്നൊക്കെ പറയും. അപ്പം വെയിറ്റും അതുപോലെ തന്നെ BMI ഒക്കെ ലിമിറ്റിൽ നിർത്തുന്നതോടൊപ്പം തന്നെ വയറിൻ്റെ ചുറ്റളവും ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് നമ്മുടെ വിസറൽ ഫാറ്റ്, അതായത് ശരീരത്തിനകത്തുള്ള ഫാറ്റിൻ്റെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. Stay healthy. Follow for more.